ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വേദിയിലിരിക്കുന്ന മഹത്തുക്കളായ വ്യക്തിത്വങ്ങളെ, ആദരണീയരായ സഹപ്രവർത്തകരെ, സഹോദരങ്ങളെ, ബഹുമാന്യനായ ഗുരുനാഥൻ വാണിദാസ് മാഷിന്റെ വളരെ വികാരോജ്വലമായ ഒരു പുസ്തകമുണ്ട്, പ്രവാചക കഥകൾ. അതിൻ്റെ ആമുഖത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കുറിക്കുന്ന ഒരു വരിയുണ്ട്. അത് വായിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് ഒരു സഹപാഠിയുടെ തുവാലയിൽ നിന്ന് കെട്ടിമുറുക്കി വെച്ച ഓത്തുകിതാബൊന്ന് തുറന്നു നോക്കിയതിന്റെ പേരിൽ ക്ലാസ് അധ്യാപകനിൽ നിൽക്കേണ്ടി വന്ന കഠിനമായ പ്രഹരം പിൽക്കാലത്ത് ഇസ്ലാമിക ഗ്രന്ഥങ്ങളുടെ അന്തസൗന്ദര്യം കണ്ട് ആസ്വദിക്കാനുള്ള വിനീതമായ ശ്രമത്തിനുള്ള പ്രേരകമായി ഭവിച്ചു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഖുർആനിക ദർശനം, പ്രവാചകചര്യ, ഖലീഫമാരുടെ ജീവിതം, ഇവയൊക്കെ ലഘുവായെന്ന് പരിചയപ്പെടാൻ കഴിഞ്ഞപ്പോഴൊക്കെ ഇസ്ലാമിന്റെ പേരിൽ ഇവിടെ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം സത്യശുദ്ധമായ ഇസ്ലാമുമായി 14 നൂറ്റാണ്ടിന്റെ അകൽച്ചയെങ്കിലും സൂക്ഷിക്കുന്നത് പോലെ എനിക്ക് തോന്നി. വിമോചന ദൈവശാസ്ത്രമെന്ന് ഞാൻ കരുതി പോന്ന ഇസ്ലാമല്ല, ഇസ്ലാമല്ലാത്ത എന്തോ ഒന്നാണ് ഇസ്ലാമിന്റെ പേരിൽ ഇവിടെ പ്രചരിച്ചു പോന്നതെന്ന് എനിക്ക് മനസ്സിലായി. മുഹമ്മദ് നബി വിശ്വഗുരുവാണെന്നും ഇസ്ലാം സമഗ്ര ദർശനമാണെന്നും മാനവ ദർശനമാണെന്നും ബോധ്യപ്പെട്ട ഒരു മനസ്സ് ഇന്നത്തെ ഇസ്ലാമിന്റെ മുഖത്തു നോക്കി തെറ്റിദ്ധരിക്കപ്പെട്ട മതം എന്ന് വിളിച്ചു പോകുന്നത് സ്വാഭാവികമാണ്. മുഴുവൻ മനുഷ്യർക്കും വേണ്ടി മനുഷ്യരുടെ പൊതു സ്വത്തായി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള പ്രവാചക സന്ദേശത്തെ, പ്രവാചക ജീവിതത്തെ ഒരു സമുദായത്തിന്റെ വർണ്ണത്തിൽ അത് പ്രത്യക്ഷപ്പെട്ടപ്പോൾ സ്വാഭാവികമായും പ്രവാചക സന്ദേശവും ജീവിതവും തെറ്റിദ്ധരിക്കപ്പെട്ടു. പ്രവാചകൻ സ്വന്തത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുന്നത്, എന്റെ നിയോഗം അറിവും സന്മാർഗവുമായി പെയ്തിറങ്ങിയ മഴ പോലെയാണെന്ന്. മഴ പെയ്യാത്ത ഭൂമി ഊഷരമായി തീരും. അറിവിന്റെയും സന്മാർഗത്തിന്റെയും അഭാവത്തിലുള്ള മനുഷ്യ മനസ്സും ഊഷരമായി തീരും. ഊഷരമായ ഭൂമിയിൽ മഴ പെയ്യുമ്പോൾ അത് ഉർവരമാകുന്നത് പോലെ മനുഷ്യ മനസ്സിൽ സന്മാർഗവും അറിവും ഉണ്ടാകുമ്പോൾ അത് സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സഹാനുഭൂതിയുടെയും പുതിയ പൂക്കൾ വിരിയിക്കും. പ്രവാചകൻ പറയുന്നത്, എന്റെ സന്ദേശം അറിവും സന്മാർഗവുമായി പെയ്തിറങ്ങിയ മഴ പോലെയാണെന്ന്. മറ്റൊരിക്കൽ പ്രവാചകന്റെ നിയോഗത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, ഒരാൾ ഒരു വിളക്ക് കത്തിച്ചു വെച്ചു. ആ വിളക്കിലേക്ക് പാറ്റകളൊക്കെ വന്ന് വീണ് മരിച്ചുകൊണ്ടേയിരിക്കുന്നു. ആകാവുന്നത്ര വേഗതയിൽ ആ മനുഷ്യൻ പാറ്റകളെ ആ തീയിൽ വീഴാതിരിക്കാൻ തട്ടിമാറ്റിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷെ എന്തു ചെയ്യാൻ, അയാളുടെ കൈകൾക്കിടയിലൂടെ പാറ്റകൾ ആ വിളക്കിൽ ചെന്ന് ചത്തു വീഴുകയാണ്. എന്റെ നിയോഗം ഇതുപോലെയാണ്. നരകാഗ്നിയിലേക്കും നാശത്തിലേക്കും അടുത്തുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ ആകാവുന്നത്ര വേഗതയിൽ തട്ടിമാറ്റിക്കൊണ്ടിരിക്കുക. പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സഹോദരങ്ങളെ, മനുഷ്യരുടെ പൊതുസ്വത്തായ പ്രവാചക ജീവിതത്തെ അടുത്തറിയാൻ ഇവിടെ ഒരു സന്ദർഭം ഒരുക്കുകയാണ്. ഈ വേദിയെ ധന്യമാക്കുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മാന്യ സഹോദരങ്ങളെയും ഹൃദയം തുറന്ന് സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു ധന്യമായ സദസ്സിൽ പ്രവാചക ജീവിത സന്ദേശത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് പ്രഭാഷണം നിർവഹിക്കുന്നത് ബഹുമാന്യ ഗുരുനാഥൻ വാണിദാസ് സാറാണ്. അദ്ദേഹത്തെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സൗമനസ്യത്തിന് മുന്നിൽ ഞാൻ
ആദ്യമായി പ്രണമിക്കുന്നു. സൗമനസ്യം എന്ന പദത്തിന് അത് ഞാൻ ഉപയോഗിക്കാൻ കാരണം സ്വല്പനേരമെങ്കിലും നിങ്ങളെന്നെ കേൾക്കാൻ സാഹസം കാണിക്കുകയാണ്. ആ സാഹസത്തിന് സൗമനസ്യമല്ലാതെ മറ്റെന്തായിരിക്കും പ്രേരകം? അതിനാൽ നിങ്ങളുടെ ഉദാരതയ്ക്ക്, സൗമനസ്യത്തിന് ഞാൻ ആദ്യമായി എൻ്റെ കൃതജ്ഞത പ്രകാശിപ്പിച്ചതാണ്. ഈ സദസ്സിൻ്റെ മുഖം എനിക്ക് ഹൃദ്യവും മമതയോലുന്നതുമാണ്. രണ്ട് പദവും ആലോചിച്ചുപയോഗിച്ചതാണ്. ഹൃദ്യം എന്നത് ഹൃദയംഗമം എന്ന ഉദ്ദേശ്യം. മമത എന്നത് എൻ്റേത്, ഇൻറ്റിമസിയില്ലേ, എൻ്റേത് എന്ന തോന്നലാണ്. എന്തുകൊണ്ടങ്ങനെ എന്ന് നിങ്ങൾ ചോദിക്കുമോ എന്നെനിക്കറിയില്ല. അധ്യാപക സമൂഹത്തിൻ്റെ മുഖം നോക്കി സംസാരിക്കുമ്പോൾ എനിക്ക് സ്വാഭാവികമായും ഇതുപോലുള്ള ഒരു പ്രത്യേക വികാരം വളർന്നു വരുന്നു എന്നത് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയും. കൊതിയാണ്. അധ്യാപകരോട് സംസാരിക്കാൻ എനിക്ക് കൊതിയാണ്. എത്ര ദശകങ്ങൾ ഞാൻ അവരോട് സംസാരിച്ചു. കൊതിയാണ്. ഇതൊരു ബഹുസ്വരതയുടെ വേദിയാണെന്നും ഞാൻ നേരത്തെ അനുസ്മരിപ്പിച്ചു. മുസ്ലിം ഇസ്ലാം വിശ്വാസികളുടെ യോഗമല്ലിത്. എനിക്ക് തോന്നുന്നത്, എൻ്റെ കാഴ്ച ശരിയാണെങ്കിൽ താരതമ്യേന ചെറിയൊരളവിലെ ഇവിടെ സത്യവേദ വിശ്വാസത്തിൻ്റെ അനുഗാതാക്കളുള്ളൂ. ഏറെ പേരും പ്രയോഗം ശരിയല്ലെങ്കിൽ അമുസ്ലിം സ്വഭാവത്തിലുള്ളതാണ്. അമുസ്ലിം എന്ന പ്രയോഗം സൂക്ഷ്മാർത്ഥത്തിൽ ശരിയല്ലെന്ന് പറയും. ആ നിലയ്ക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ പുതുമ ഓലുന്നതല്ല എന്ന് അറിയുന്നവർക്ക് തോന്നുന്നുവെങ്കിൽ എന്നോട് പൊറുക്കുക. ഞാൻ ഒന്നേ ആഗ്രഹിച്ചിട്ടുള്ളൂ, ഇവിടുന്ന് സംസാരിച്ചിറങ്ങുമ്പോഴേക്ക് പ്രവാചകനെക്കുറിച്ച് സാമാന്യമായി ഒരു ധാരണയുണ്ടാക്കുവാൻ മറ്റുള്ളവർക്ക് കഴിയുമെങ്കിൽ ഞാൻ ജയിച്ചു. അത്രയേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. പ്രവാചക ദർശനങ്ങളുടെ ആഴക്കയങ്ങളിൽ അഭിരമിക്കുവാനുള്ള ആഗ്രഹം എനിക്കില്ല. നേരെ മറിച്ച് സാമാന്യേന ചിലത് നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ സുഹൃത്ത് ഹാരിസ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ എന്തിനത് അറിയുന്നു എന്നൊരു ചോദ്യമുണ്ട്. അറിയുന്നത് സത്യത്തിൽ ആത്മപ്രയോജകമാണ് നമുക്ക് എന്ന് ഞാൻ ധരിക്കുന്നു. ഞാൻ ഉപയോഗിക്കുന്ന ചില പദങ്ങൾ കട്ടിയുള്ളതായി തോന്നുന്നെങ്കിൽ എന്നോട് പൊറുക്കണം. നിങ്ങൾക്കത് തോന്നില്ല, നിങ്ങൾ അധ്യാപകരാണ്. എന്തുകൊണ്ട് ഞാനിത് ആത്മപ്രയോജകം എന്ന് പറയുന്നു? ഹാരിസ് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു പ്രത്യേക ജനപദത്തിൻ്റെ, മനുഷ്യവിഭാഗത്തിൻ്റെ, മതമണ്ഡലത്തിൻ്റെ, ജാതിവേദിയുടെ സങ്കുചിതമായ എന്തിൻ്റെയെങ്കിലും ആണെന്ന് ധരിക്കാതിരിക്കുക പ്രാഥമികമായി മാനുഷ്യകത്തിൻ്റെ മഹത്തായ സമ്പാദ്യങ്ങളിൽ അപ്രധാനമല്ലാത്ത ഒന്നാണിത് എന്ന് നാം ധരിക്കണം. അതറിയാൻ നാം ശ്രമിക്കുന്നില്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് അനവദ്യമായ ഒന്നായിരിക്കും എന്ന് നമ്മൾ ഓർക്കണം.
അനവദ്യമായ ഒന്ന് നഷ്ടപ്പെടുന്നത് വല്ലാത്ത നഷ്ടമാണ്. പ്രവാചകൻ മുഹമ്മദ് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ വക്താവാണ് എന്ന് ആരെങ്കിലും ധരിക്കുന്നത് വികലമായ ഒരു ധാരണയാണ്. ഞാൻ പിറന്നത് ഒരു ഹൈന്ദവ കുടുംബത്തിലാണ്. ഞാൻ വളർന്നു വന്നത് ഒരു ഹൈന്ദവ അന്തരീക്ഷത്തിലാണ്. എൻ്റെ സ്വന്തക്കാരും അടുത്തവരുമൊക്കെ വലിയൊരു ശതമാനം ഹൈന്ദവരാണ്. പക്ഷേ ഞാൻ സൂക്ഷിച്ചൊരു വികാരമുണ്ട്. വിജ്ഞാനത്തോട്, ജ്ഞാനവിജ്ഞാനങ്ങളോട്, അറിവിൻ്റെ വേദിയോട് അകൽച്ച സൂക്ഷിക്കാതെ അറിവ് സമാർജിക്കുവാനുള്ള ഏറ്റവും വലിയൊരു സംസ്കാരം അതിൻ്റെ ചെറിയൊരളവിൽ ഞാൻ സംരക്ഷിച്ചു പോന്നിട്ടുണ്ട്. ലോകത്തിൽ ആദ്യമുണ്ടായ കാവ്യഗ്രന്ഥങ്ങളിലൊന്നാണ് ഋഗ്വേദം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. അടുത്ത് പരിചയിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. എവിടെ ചെന്നും അറിവാർജിക്കണമെന്ന് പറയുന്ന മഹിതവചനങ്ങൾ അതിനകത്തുണ്ട്. അറിവിൻ്റെ സാർവത്രികതയും സാർവജനീനതയും ആണ് അത് ഘോഷിക്കുന്നത്. അവിടം തൊട്ട് ആരംഭിക്കും. ഞാൻ ഈ പഴക്കം കാണിക്കുവാനാണ് അത് പറഞ്ഞത്. അവിടം തൊട്ട് ആരംഭിക്കുന്നു. ഇന്ന് ഞാനൊരു സർവജ്ഞനൊന്നുമല്ല, കുറച്ച് മാത്രം അറിയുന്ന ഒരു വിദ്യാർത്ഥി മാത്രമാണ് ഞാൻ. പക്ഷേ മതഗ്രന്ഥങ്ങൾ എന്ന പ്രയോഗം ഞാൻ ഇഷ്ടപ്പെടാത്തതാണ്. ആധ്യാത്മിക ഗ്രന്ഥങ്ങളോട്, ആത്മീയ ഗ്രന്ഥങ്ങളോട് എനിക്കൊരു പ്രത്യേക പ്രതിപത്തിയുണ്ട്. സ്പിരിച്വൽ ട്രെൻഡ് അതെൻ്റെ മനസ്സിൻ്റെ പ്രവണതയാണ്. അതുകൊണ്ട് ഞാൻ വിശ്വവിശ്രുതങ്ങളായ ആത്മീയ ഗ്രന്ഥങ്ങളെ തേടിപ്പിടിച്ച് അന്വേഷിക്കുവാൻ, കണ്ടെത്തുവാൻ, പഠിക്കുവാൻ, സ്വാംശീകരിക്കുവാൻ, എസിമിലേഷൻ സാധിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ മുമ്പിൽ അതിനാൽ വേദഗ്രന്ഥങ്ങളുണ്ട്, ഗീതയുണ്ട്, ബൈബിളുണ്ട്, ഖുർആൻ ഉണ്ട്, ജപ്പാസിയുണ്ട്, സെന്റ് അവസ്ഥയുണ്ട്, ബൗദ്ധദർശനങ്ങൾ ഏറെയുണ്ട്. ഇതെല്ലാം എൻ്റെ മുന്നിൽ നിറഞ്ഞു കിടക്കുന്നുണ്ട്. ഇതൊക്കെ വായിക്കാൻ, പഠിച്ചറിയാൻ എന്നൊന്നും ഞാൻ അഹങ്കരിക്കില്ല. മനസ്സിലാക്കുവാൻ ശ്രമിച്ച ഗ്രന്ഥവിശേഷങ്ങളാണ്. ഇതൊക്കെ വായിച്ച് വരുമ്പോൾ എന്നിൽ നിറഞ്ഞു നിന്ന ഒരു വസ്തുത, എല്ലാറ്റിൻ്റെയും അന്തസ്സാരം ഒന്നാണ് എന്നാണ്. എല്ലാ മതവേദികളും പിറക്കുന്നത് ഒരേയൊരു സന്ദേശവുമായാണ് എന്നാണ്. ഏത് മതഗ്രന്ഥവും ലോകത്ത് പിറക്കുന്നത് ദൈവത്തിൻ്റെ ഏകത്വത്തിൽ ഊന്നി ഉറച്ചുകൊണ്ടാണ്. ഭാഗ്യദോഷം കൊണ്ട് ലോകത്ത് അത്തരത്തിലുള്ള മതങ്ങളിലൊക്കെ മായം ചേർക്കപ്പെടുകയും സമീപനങ്ങളൊക്കെ വികലമാവുകയും ചെയ്തിട്ടുണ്ട്. ഏകദൈവത്വം ഇടിച്ചു പൊളിച്ച് വികൃതമയമായി പരിണമിച്ച ദയനീയ കഥയാണ് നാം അവിടെയൊക്കെ കാണുക. പക്ഷെ കാലത്തിൻ്റെ ഈ തിരത്തല്ലലിൽ തകർന്നുപോയി മൗലിക ദർശനങ്ങൾ മിക്കതും, അഥവാ എല്ലാം എങ്കിലും. നിഷ്പക്ഷമായ ഒരു കാഴ്ചപ്പാട് വെച്ച് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കട്ടെ. വേദഗ്രന്ഥമായ ഖുർആൻ വിഭാവനം ചെയ്യുന്ന, പ്രബോധിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ഏകത്വം എന്നുള്ള തെളിഞ്ഞ ദൃഢരൂഢമായ ഒരു കാഴ്ചപ്പാടില്ലേ, അതിന് യുഗാന്തരങ്ങൾ കടന്നുപോയിട്ടും സംവത്സരങ്ങളേറെ പിന്നിട്ടിട്ടും ഇന്നും മങ്ങലേറ്റിട്ടില്ല എന്നത്
ആശ്വാസകരമായ ഒരു വസ്തുതയാണ്. ഇസ്ലാം സംസ്കൃതി ഉയർത്തിക്കാട്ടുന്ന ഏകദൈവത്വത്തിൻ്റെ ധാരണ വികലമായി തീർന്നിട്ടില്ല. ഞാനിതൊരു മുസ്ലിം സംഘടനയുടെ ക്ഷണിക്കപ്പെട്ടവനായി കടന്നുവന്ന് വിധേയത്വം സൂക്ഷിച്ച് സംസാരിക്കുകയാണ് എന്ന് ധരിക്കരുത്. 57 വർഷം ഞാൻ പ്രസംഗിച്ചു നടന്നു. ഇന്ന് വരെ അക്ഷരം വിറ്റിട്ട് അർത്ഥം നേടാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. ഒരു ഭൗതിക പ്രലോഭനങ്ങളും എന്നെ സ്വാധീനിച്ചിട്ടില്ല. നിഷ്കപടമായി ഞാൻ വിളിച്ചറിയിക്കുന്നു, പിറവിയുടെ കാലത്ത് ദൈവത്തിൻ്റെ ഏകത്വം എന്നത് എത്രത്തോളം ദൃഢരൂഢമായി അവതരിപ്പിക്കുവാൻ ഇസ്ലാം സംസ്കൃതിക്ക് സാധിച്ചിട്ടുണ്ടോ അതേ ദൃഢരൂഢഭാവത്തിൽ ഇന്നും വർത്തിക്കുന്നു എന്നത് ഒരു വിസ്മയകരമായ വസ്തുതയായി ഞാൻ ദർശിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അതിൽ മായം ചേർക്കാതെ അതിലൂന്നി മറിച്ചു വരുന്നതൊക്കെ തന്നെ ഗുരുതരമായ, മായ്ച്ചാൽ മായാത്ത, തീർത്താൽ തീരാത്ത കുറ്റമാണെന്ന് കരുതിപ്പോരുന്ന ഇടക്ക് കയറിയ ഒരു കാര്യം ഞാൻ തൊട്ട് കാണിക്കട്ടെ. സ്വർഗനരകങ്ങളിലുള്ള വിശ്വാസം ഇസ്ലാം സംസ്കൃതിക്കുണ്ട്. നരകത്തിൽ സ്ഥിരവാസമല്ല മനുഷ്യന് കൈവരുന്നത്. ശാശ്വത ജീവിതം സ്വർഗതലത്തിൽ മാത്രവുമാണ്. നരകത്തിലൊരു നിശ്ചിത കാലം കഴിഞ്ഞാൽ അവിടെ നിന്ന് സ്വർഗത്തിലേക്ക് അവിടെയുള്ളവരൊക്കെ പ്രമോട്ട് ചെയ്യപ്പെടും. അങ്ങനെയാണ് വിശ്വാസം. പക്ഷേ എല്ലാവരും പ്രമോഷന് വിധേയരാകുന്നില്ലത്രേ. 2 തരക്കാർ അവിടെ തന്നെ കഴിയും. അവർക്ക് പ്രമോഷനില്ല. മറ്റുള്ളവർക്കൊക്കെ അവരുടെ വരിയിൽ എഴുതി വയ്ക്കും പ്രൊമോട്ടഡ് ടു ക്ലാസ് 1 എന്ന് എഴുതി വയ്ക്കും. സ്വർഗത്തിലേക്ക് അവർ പോകും. 2 കൂട്ടരെ പ്രമോഷൻ വിധേയരാക്കുന്നില്ല. കാരണമറിയുമോ? ഏറ്റവും ഗൗരവമെന്ന, തീർത്താൽ തീരാത്ത, പരിഹരിച്ചാലും പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന മഹാപാതകത്തിൻ്റെ കർമ്മികളോ കാരകന്മാരോ ആയിരിക്കും ആ 2 കൂട്ടർ. ആ 2 പാതകങ്ങൾ എന്തെന്നറിയുമോ? ഒന്ന്, ദൈവത്തിന് പകരക്കാരനെ കരുതിപ്പോന്നവർ, ശിർക്ക്. ദൈവത്തിന് പകരക്കാരനെ കാണുക, ദൈവം ഒന്നല്ല ഏറെയാണ് എന്ന് വിശ്വസിക്കുക. അത് ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ ഇപ്പോഴെടുത്ത് പറഞ്ഞത്. ദൈവത്തിന് പകരക്കാരൻ കാണുന്നത് അത്ര വലിയ ഗർഹണീയമായ പാതകമാണ്, ഗൗരവമെന്ന കുറ്റമാണ്. ദൈവം ഒന്നാണ് എന്നതിന് പകരം ദൈവം അനേകങ്ങളാണ് എന്ന് പറയുന്നത് പാതകമാണെന്ന് കരുതിപ്പോരുന്ന അവർക്ക് മോചനമില്ലത്രേ. 2, അർത്ഥിയെ പുറങ്കാലിട്ട് തള്ളിയകറ്റുക. മനുഷ്യ സേവനത്തിൻ്റെ തലത്തിൽ ഹീനമായ, ക്രൂരമായ ഭാവം സൂക്ഷിക്കുക. ഈ 2 പാപങ്ങൾ, ഗർഹണീയങ്ങളായ 2 പാപങ്ങൾ അവർക്ക് മോചനമില്ലത്രേ. അതുകൊണ്ട് നരകത്തിൻ്റെ തലത്തിൽ സ്ഥിരവാസം അവർക്കാണെന്നാണ് പറയുന്നത്. കുറേ കാലത്തേക്ക് സ്ഥിരം അങ്ങനെ ഒരു വാസമില്ല, എങ്കിലും കുറേ കാലത്തേക്ക് അവർ അവിടെ തന്നെ കിടക്കേണ്ടി വരുമെന്ന്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഏകത്വത്തിൽ ഊന്നിയുറച്ച് വിശ്വസിക്കുന്ന, ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും വിശ്രുതമായ മതദർശന പഥങ്ങളിൽ ഒരേ ഒന്ന് ഇസ്ലാം സംസ്കൃതിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ആ ദാർശനികമായ അചഞ്ചലതയില്ലേ, ആ അചഞ്ചലത എന്നെ വല്ലാതെ ആകർഷിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ബൗദ്ധഗ്രന്ഥങ്ങളിൽ പോലും ബുദ്ധന്മാരൊക്കെ, ബുദ്ധാവകാശികളൊക്കെ ദൈവങ്ങളായി മാറിക്കഴിഞ്ഞ ഹീന മഹായാന കഥാതലത്തിൽ, അധ്യാപകരായതുകൊണ്ട് ഞാൻ അങ്ങനെ സൂചിപ്പിക്കുന്നത് അസ്ഥാനത്തല്ലെന്ന് കരുതിപ്പോരുന്നു. അവരൊക്കെ ദൈവങ്ങളാണിപ്പോൾ. ബൗദ്ധദർശന തലത്തിൽ പോലും
ഇതിനെ എതിർത്ത ജൈന പാരസിക വിശ്വാസികളുടെ തലത്തിൽ പോലും ദൈവത്തിന് എണ്ണം വർദ്ധിക്കുന്ന, ദൈവത്തിൻ്റെ എണ്ണം കൂടുന്ന ദുരവസ്ഥ നമുക്ക് ചിന്തിക്കാനൊക്കാത്തതാണ്. ഒപ്പം എൻ്റെ വീട്ടിൽ ഞാൻ ഭദ്രമായി സൂക്ഷിച്ചു പോരുന്ന ജപ്പാസി 1000-ലേറെ പേജുകളുള്ളൊരു ഗ്രന്ഥമാണ്. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യത്തിൽ സത്യവേദ വിശ്വാസമെന്ന് ഞാൻ കീർത്തിക്കുന്ന ഇസ്ലാം സംസ്കൃതിയോട് ആദരവ് കൂടുകയാണ്. കാരണം ഒരു മാറ്റവും വരാതെ ഈ തൗഹീദിൽ ഊന്നിയുറച്ചു നിൽക്കുന്നു എന്നതിൽ. സെന്റ് അവസ്ഥ ഒരുപാട് മനുഷ്യ സേവന തലത്തിൽ ഒരുപാട് സംഭാവന ചെയ്ത ഒരു മതത്തിൻ്റെ ദാർശനിക ഗ്രന്ഥമാണ്. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ 800 പേജ് വരുന്നൊരു പുസ്തകമാണ്. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൻ്റെ ഇന്നത്തെ അവസ്ഥ കഷ്ടമാണല്ലോ എന്നോർത്ത് ഞാൻ വിഷമിക്കുകയായിരുന്നു. ബൈബിളിൽ പോലും നിങ്ങൾ ആദ്യത്തെ പഴയ നിയമങ്ങളും പുതിയ നിയമങ്ങളുമൊക്കെ ഒരുപക്ഷെ നിങ്ങൾ വായിച്ചിരിക്കും. അതിലാദ്യം പറഞ്ഞത് ദൈവത്തിൻ്റെ ഏകത്വത്തെ പ്രബോധിപ്പിച്ചുകൊണ്ടുള്ളതാണെങ്കിൽ ഇന്നവിടെ 2-3 ദൈവങ്ങൾ കടന്നു വന്നിരിക്കുന്നു. ത്രിത്വം എന്നൊക്കെ പറയുന്ന ട്രിനിറ്റിയുടെ ഭാവം നിങ്ങൾക്ക് അവിടെ കാണാം. ദൈവത്തിൻ്റെ എണ്ണം കൂടിപ്പോയിരിക്കുന്നു. അപ്പോഴും എനിക്ക് ബൈബിളിൻ്റെ മനുഷ്യ സ്നേഹപരമായ പ്രവർത്തന വൈവിധ്യങ്ങളോട് ഹൃദയംഗമമായ ആഭിമുഖ്യം സൂക്ഷിക്കുന്ന ഒരാളെന്ന് ഞാൻ സന്തോഷം കൊള്ളുകയും ഈ ദൈവത്തിൻ്റെ എണ്ണം വർദ്ധിക്കുന്ന ദുരവസ്ഥ വന്നപ്പോൾ എനിക്ക് വിഷമം തോന്നുകയുമാണ്. അപ്പോഴും അൽ ഖുർആൻ എൻ്റെ മുന്നിൽ ഉയർന്നു നിൽക്കുന്നു എന്ന് കാണാതെ പറയാതെ വയ്യ. അദ്വൈതം ഘോഷിക്കുന്ന ഭാരതീയ സംസ്കൃതി ഭഗവത്ഗീതയുടെ കുടക്കീഴിൽ നമുക്ക് ലോകത്തിലെ മുഴുവൻ മതഗ്രന്ഥങ്ങളെയും നിർത്താൻ കഴിയും. എന്നാൽ ആ അദ്വൈതം ഘോഷിച്ച ദർശനപഥത്തിൻ്റെ അനുഗാതാക്കളിൽ 30 കോടികളായി ദൈവങ്ങൾ വളർന്നിട്ടുണ്ടെങ്കിൽ അവിടെ വന്ന മായം ചേർക്കൽ എത്രമാത്രം ഗർഹണീയമാണെന്ന് നമ്മൾ ഓർക്കേണ്ടി വരും. ഞാനിത് സൂചന മാത്രമേ നിങ്ങൾക്ക് തരുന്നുള്ളൂ. കാരണം നിങ്ങൾ അധ്യാപകരാണ്. ആ നിലയ്ക്ക് നിങ്ങളോട് അധികം വിശദീകരിക്കണമെന്ന ആവശ്യമില്ല. അതിനാൽ ഏകദൈവത്വത്തിൽ ഇപ്പോഴും അചഞ്ചലഭാവത്തോടെ ഊന്നിയുറച്ചു നിൽക്കുന്ന ഒരു മതതലം എന്ന രീതിയിൽ ഇസ്ലാമിക സംസ്കൃതിയെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ദൈവത്തിൻ്റെ അദൃശ്യതയില്ലേ, അനുപമമായ അസദൃശമായ സിദ്ധികളെക്കുറിച്ചുള്ള ബോധമില്ലേ, ആ ബോധത്തിൻ്റെ മുമ്പിൽ നാം നമിക്കുക. ഈ ദൈവമാണ് പ്രപഞ്ചം സൃഷ്ടിച്ചത് എന്ന് നാം വിശ്വസിക്കുന്നു. നമ്മളൊക്കെ വിശ്വാസികളാണ്. കുറേ വിശ്വസിക്കേണ്ടി വരും. നമ്മളൊക്കെ വിശ്വാസികളാണ്. മതധാരണയുള്ളവർക്കൊക്കെ വിശ്വാസം അനിവാര്യവുമാണ്. അതനുസരിച്ച് പറഞ്ഞാൽ ഈ ഭൂമി ഒരു കാലത്ത് തീർത്തും ഊഷരമായിരുന്നു. ഈ ഊഷരമായ ഭൂമിയിൽ പച്ച പടർപ്പുകൾ ഉണ്ടാക്കിയത് ദൈവമാണ് ആദ്യമായി. അന്ന് മറ്റ് ജീവരാശികളൊന്നുമില്ല. ഭൂമിയുടെ ഗതകാല കഥാഗതി അത് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഈ പച്ചപ്പടർപ്പുകളിൽ സസ്യലതാദികളെ വളർത്തിയെടുത്തത് ദൈവമാണെന്ന് നാം അറിയുന്നു. അപ്പോഴും മറ്റ് മൃഗങ്ങളും പക്ഷികളും മനുഷ്യനും പിറന്നിട്ടില്ല. കാലം പിന്നെയും കുറെ കഴിഞ്ഞപ്പോൾ സസ്യലതാദികൾക്ക് ശേഷം പക്ഷിമൃഗാദികൾ ഇറക്കപ്പെട്ടു എന്നതും ഭൂമിശാസ്ത്രത്തിൻ്റെ കഥാഗതിയിൽ നാം അറിയുന്നു. അതും ദൈവമാണെന്നാണ് നമ്മുടെ വിശ്വാസം. ഭൂമിയെ ചമയിച്ചൊരുക്കുകയാണ്. ഭൂമിയെ സംവിധാനം ചെയ്തു നിർത്തുകയാണ്. എന്തിനോ വേണ്ടി, എന്താണെന്ന് അന്ന് നമുക്കറിയില്ല. ഭൂമി എന്ന പെണ്ണിനെ ചമയിച്ചൊരുക്കുകയാണ് ദൈവം എന്നാണ് നമ്മുടെ വിശ്വാസം. പിന്നെ പക്ഷികളിറങ്ങിയപ്പോൾ, പിന്നെ മൃഗങ്ങളിറങ്ങിയപ്പോൾ, ഏറെക്കുറെ രംഗം പാകപ്പെട്ടു വന്നപ്പോൾ മനുഷ്യനെ അവതരിപ്പിക്കുകയാണ് ദൈവം. അങ്ങനെ മനുഷ്യൻ ഭൂമിയിൽ പിറന്നു. ഒരു കാലത്ത് ഊഷരമായിരുന്ന ഭൂമിയിൽ
സസ്യലതാദികളും പക്ഷിമൃഗാദികളും പിന്നെ മനുഷ്യനും പിറന്നപ്പോ ഭൂമി സംവിധാനം ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ആ സംവിധാനം ചെയ്യപ്പെട്ട ഭൂതലത്തിൽ ദൈവം മനുഷ്യനെ വിളിച്ച് ഇങ്ങനെ ഉപദേശിക്കുന്നു. മനുഷ്യ, നിനക്ക് വേണ്ടി ഞാൻ ഈ രീതിയിൽ അവതരിപ്പിക്കുന്നത് കുറച്ചുകൂടി കൗതുകകരമായ രീതിയിൽ ഈ കഥ അവതരിപ്പിക്കാനാണ്. ഞാൻ ഈ ഭൂമി നിർമ്മിച്ചത് നിനക്ക് വേണ്ടിയാണ്. ഭൂമിയിലുള്ള സമസ്തവും നിർമ്മിച്ചത് നിനക്ക് വേണ്ടിയാണ്. എല്ലാ സംവിധാനങ്ങളും നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. നീ രംഗത്തിറങ്ങുന്നതിന് സഹായകമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുവാൻ വേണ്ടി ഞാൻ ശ്രദ്ധാപൂർവം സോദ്ദേശ്യം ചെയ്തതാണ് ഇതൊക്കെ. നിനക്കിത് പ്രയോജനപ്പെടുത്താം, നിനക്കിത് ഉപയോഗപ്പെടുത്താം. നീ ഉപഭോക്താവാണ്, കൺസ്യൂമർ. വളരെ പ്രചുരമാണ് ആ പദം ഇന്ന്. പക്ഷെ മനുഷ്യനെ കൺസ്യൂമറാക്കിയത് ദൈവമാണ്. നീ ഉപഭോക്താവാണ്. നിനക്കുപയോഗിക്കാനാണ്, മറ്റൊന്നിനു വേണ്ടിയല്ല ഞാനിത് ചെയ്തത്. പിന്നെ ഞാൻ നിന്നെ എന്തിന് അവതരിപ്പിച്ചു എന്നതാണ് ഒരു ചോദ്യം. ഉത്തരമുണ്ട്. ദൈവം സ്വല്പം സ്വാർത്ഥിയാണെന്ന് വിചാരിച്ചോളൂ. പരസ്പരം സഹായിക്കാൻ നിനക്കൊരു ബാധ്യതയുണ്ട്. അത് നിന്റെ ജോലികളിൽ ഒന്നാണ്. മറ്റൊരു ജോലി കൂടിയുണ്ട് നിനക്ക്. എന്നെ കീർത്തിച്ചുകൊണ്ടിരിക്കുക. നീ എന്റെ ശക്തിവിശേഷത്തെക്കുറിച്ച്, എന്റെ സർവജ്ഞതയെക്കുറിച്ച്, എന്റെ സകലമാന സിദ്ധികളെക്കുറിച്ചും വിസ്മയകരമായ സാധ്യതകളെക്കുറിച്ചും നീ കീർത്തിച്ചുകൊണ്ടിരിക്കണം. ഈ രണ്ട് കാര്യത്തിനാണ് മനുഷ്യ നിന്നെ ഞാൻ സൃഷ്ടിക്കുന്നത്. നിനക്ക് ജീവിക്കണം. അതിനാൽ ഇതൊക്കെ സംവിധാനം ചെയ്തിരിക്കുന്നു. പക്ഷേ നീ ഒരു കാര്യമുണ്ട്. നിനക്കായി സംവിധാനം ചെയ്യപ്പെട്ടു എന്നതുകൊണ്ട് കണ്ടമാനം അനിയന്ത്രിതമായി നീ ഇത് ഉപയോഗപ്പെടുത്തിക്കൂടാ. നീ ഓർക്കേണ്ടത് നീ ഒരു ഏകാകിയാണ് അല്ല എന്നാണ്. മറ്റുള്ളവരുടെ കൂടി നീ ഓർമ്മിക്കേണ്ടതുണ്ട്. എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടുത്തപ്പെടണം. നിന്റെ ആഗ്രഹത്തിനനുസരിച്ച് അഭിലാഷങ്ങൾക്കൊത്ത് നീ കണ്ടമാനം അനിയന്ത്രിതമായി ഭൂവിഭവങ്ങൾ ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയാൽ, പെരുമാറാൻ തുടങ്ങിയാൽ, നിന്റെ ഇച്ഛാനുസാരം സ്വാതന്ത്ര്യത്തിനനുസരിച്ച് നീ പെരുമാറാൻ തുടങ്ങിയാൽ, അതിന്റെ അത്യാഹിതം ഈ ലോകത്ത് അവശേഷിക്കും. നീ വെറിപിടിച്ചവനായി പരിണമിച്ചാൽ, ആസക്തിയുള്ളവനായി തീർന്നാൽ, അനിയന്ത്രിതാഭിലാഷത്തിന്റെ വക്താവായി മാറിയാൽ, ഈ പ്രപഞ്ചത്തിലുള്ള സകലതും ക്രമം തെറ്റി പരിണമിക്കുമെന്ന കാര്യവും നീ ഓർമ്മിക്കുക. അതുകൊണ്ട് നീ ഒരു ചിട്ട, ഒരു ക്രമം, ഒരു കോഡ് ഓഫ് കോണ്ടക്ട് ഈ പ്രപഞ്ച ജീവിതത്തിൽ അനുസരിച്ചേ തീരൂ. ഒരു കോഡ് ഓഫ് കോണ്ടക്ട് നീ അനുസരിക്കണം, പെരുമാറ്റച്ചട്ടം. ആ ചട്ടം വിലംഘിക്കുമ്പോൾ ഇവിടെ അനർത്ഥങ്ങളുണ്ടാകും. ഇവിടെ പഞ്ഞമുണ്ടാകുന്നത് പ്രകൃതിയിൽ വിഭവങ്ങളില്ലാഞ്ഞിട്ടല്ല. ഇവിടെ വറുതിയും പട്ടിണിയും അനുഭവപ്പെടുന്നത് ദൈവം പ്രകൃതിയിൽ വിഭവങ്ങൾ സംവിധാനം ചെയ്യാഞ്ഞിട്ടല്ല. നേരെമറിച്ച് നിന്റെ ആർത്തി, നിന്റെ ആസക്തി, നിന്റെ പരിധിരഹിതമായ അഭിലാഷം, അത് വരുമ്പോൾ ഇവിടെ പഞ്ഞവും പട്ടിണിയും വറുതിയും ദാരിദ്ര്യവും ഇല്ലായ്മയും വല്ലായ്മയും എല്ലാം അനുഭവപ്പെടും. അപ്പോൾ ഭൂമിയിൽ പഞ്ഞം പിറക്കുന്നത്, ദാരിദ്ര്യം അനുഭവപ്പെടുന്നത്, ഇല്ലായ്മ അനുഭവപ്പെടുന്നത് നിന്റെ മനോദോഷം കൊണ്ടാണ്, ദൈവത്തിന്റെ കുറവല്ല. ഇവിടെ യുദ്ധമുണ്ടാവുന്നത് നിന്റെ മാനസികമായ വികല സമീപനങ്ങളെ കൊണ്ടാണ്. ശീതസമരങ്ങൾ ഉണ്ടാകുന്നത് നിന്റെ കാഴ്ചപ്പാടിന്റെ വൈകല്യം കൊണ്ടാണ്.
അതിനാൽ ഈ ഭൂമിയിൽ അസമാധാനമുണ്ടാവുന്നത്, അക്രമങ്ങൾ ഉണ്ടാവുന്നത്, ക്രമവിരുദ്ധമായ ഗതിവിഗതികൾ സംഭവിക്കുന്നത് എല്ലാം നിന്റെ വികലത കൊണ്ടാണ്. നിനക്ക് ഞാൻ ഒരു കാര്യം കൂടി തന്നിരിക്കുന്നു. ദൈവം പറയുന്നു, മറ്റൊരു ജീവരാശിക്കും കൊടുത്തിട്ടില്ലാത്ത ഒരു സൗഭാഗ്യം ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. പക്ഷെ നീ അത് മറക്കുന്നു. ആ സൗഭാഗ്യം ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള, ധർമാധർമ്മ വിവേചനത്തിനുള്ള, ന്യായാന്യായ വിബോധനത്തിനുള്ള, കൂടുതൽ നന്മയിലേക്ക് പടിവച്ച് ഉയർന്നു പൊങ്ങുവാനുള്ള ഒരു സാധ്യതയാണ്, ഒരു സിദ്ധിയാണ് ഞാൻ നിനക്ക് തന്നിട്ടുള്ളത്. അതാണ് വിശേഷ ബുദ്ധി. ആർക്കും കൊടുത്തിട്ടില്ല ഞാനത്. നിങ്ങൾ ഈ വിഷയമൊന്ന് ഓർമ്മിക്കുമെങ്കിൽ മനുഷ്യന്റെ വ്യതിരിക്തത മനസ്സിലാകും. ആർക്കും കൊടുത്തിട്ടുള്ള വിശേഷ ബുദ്ധി മനുഷ്യനല്ലാതെ. മൃഗങ്ങൾക്ക് കൊടുത്തില്ല, തിര്യക്കുകൾക്കൊന്നിനും കൊടുത്തില്ല, പക്ഷികൾക്ക് നൽകിയില്ല. എന്തിന്? ആകാശചാരികളായ മാലാഖമാർക്ക് പോലും വിശേഷ ബുദ്ധി കൊടുത്തിട്ടില്ല. അവരെക്കാളും പ്രിയതരം എന്ന് കരുതിയിട്ടാണ് മനുഷ്യ നിനക്ക് ഞാൻ വിശേഷ ബുദ്ധി തന്നത്. നിനക്ക് വിശേഷ ബുദ്ധി തന്നതുകൊണ്ട് കഥാഗതിയിലെ വിശ്വാസം ഇങ്ങനെയാണ്. തന്നതുകൊണ്ട് മുഖം ചുളിച്ചവരാണ് മാലാഖമാർ. അങ്ങ് ദൈവത്തോടവർ കുശുമ്പറിയിക്കുന്നു. അങ്ങ് മനുഷ്യരോട് ഈ പ്രത്യേക പ്രതിപത്തി കാണിക്കുന്നത് കഷ്ടതരമാണ്. അതിന്റെ വൈകൃതം വൈകാതെ അങ്ങക്ക് കാണാം, മനസ്സിലാക്കാം. തമ്മിൽ തല്ലാനും തമ്മിലടിക്കാനും തമ്മിൽ വഞ്ചിക്കാനും സഹജമായ പ്രകൃതം കാണിക്കാൻ പോകുന്ന മനുഷ്യനെ നീ നാളെ കാണാൻ പോവുകയാണ്. ഇതൊക്കെ ഗുണദോഷിച്ചിരുന്നു പണ്ട് മാലാഖമാർ ദൈവത്തോട്. മാലാഖയ്ക്ക് പോലും നൽകാത്ത വിശേഷബുദ്ധി. വിശേഷബുദ്ധി മസ്തിഷ്കത്തിന്റെ ഇന്ധനമാണ്. വിശേഷബുദ്ധി ഇല്ലായിരുന്നെങ്കിൽ മനുഷ്യൻ നാലുകാലിൽ ഊന്നി നിൽക്കുന്ന മൃഗത്തിന് തുല്യനായിരിക്കും. ആഹാരം രണ്ടിനും വേണം, ഉറക്ക് രണ്ടിനും വേണം, ഭയം എന്ന വികാരം രണ്ടിനുമുണ്ട്, ലൈംഗികമായ വീഴ്ചക്കുള്ള വാസന ഇരുവർക്കുമുണ്ട്. ഇത്രയുമായാൽ മൃഗവും മനുഷ്യനും തുല്യരല്ലേ? ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ് മനുഷ്യൻ വ്യത്യസ്തനായി നിൽക്കുന്നത്. വിവേകം പ്രജനിക്കുന്ന വിശേഷബുദ്ധി, അതാണ് ഇവന്റെ സമ്പത്ത്, ഇതിന്റെ സ്വത്ത്. ആഹാര നിദ്ര ഭയം മൈഥുനാനി സാമാന്യമേതൽ പശുഭി സമാന എന്നൊരു ചൊല്ലുണ്ട്. ഈ വിഷയങ്ങളിലൊക്കെ മനുഷ്യനും മൃഗവും തുല്യമാണ്. നമ്മൾ മനുഷ്യനും മൃഗവും തുല്യരാണോ? ഒരു വ്യത്യാസം കൊണ്ട് നമ്മൾ വ്യത്യസ്തരാകുന്നു. ശരിയും തെറ്റും കണ്ടുപിടിച്ച് ശരിയുടെ തലത്തിലൂന്നി കൂടുതൽ ശരിയുടെ തലത്തിലേക്ക് ഉയരുവാൻ മനുഷ്യനെ കഴിയൂ. പൂർണ്ണാപൂർണതകൾ കണ്ടെത്തി പൂർണ്ണതയിൽ ചവിട്ടി നിന്ന് കൂടുതൽ സമ്പൂർണതയിലേക്ക്, പെർഫെക്ഷനിലേക്ക് ഉയർന്നു പോകുവാൻ മനുഷ്യനെ കഴിയൂ. പ്രാകൃതവും അനാഗരികവും ആയ ആന്ധ്യമുറഞ്ഞു നിൽക്കുന്ന സാമൂഹ്യ പ്രതലത്തിൽ നിന്ന് പതുക്കെ ഉയർന്ന് പ്രകാശമയമായ ദൈവസന്നിധിയിലേക്ക് നടന്നു പൊങ്ങുവാൻ മനുഷ്യന് കഴിയുന്നു. എന്തുകൊണ്ട്? ഒന്നുകൊണ്ട് മാത്രം. അവന്റെ കയ്യിൽ വിശേഷബുദ്ധിയുണ്ട്. വിശേഷബുദ്ധി എന്ന് പറഞ്ഞാൽ അത് ഇന്ധനമാണ്. ആ ഇന്ധനം പ്രയോഗിക്കാൻ മനുഷ്യൻ തയ്യാറാവണം. അത് ഉപയോഗപ്പെടുത്തി നീ മുന്നോട്ട് പോകണം, മറക്കാതിരിക്കുക. ഇത് ദൈവം അവനെ അറിയിച്ചു. വിലക്കപ്പെട്ടതിന്റെ നേർക്ക് കൊതിയോടെ നോക്കാൻ കൂടി നീ ഒരുങ്ങരുത് എന്ന് പറഞ്ഞു. ഞാൻ വിശദീകരിക്കുന്നില്ല, സൂചന മാത്രം. ദൈവം തിരിച്ചു നടന്നു. മനുഷ്യൻ സ്വല്പം ആലോചിക്കാൻ തുടങ്ങി. എന്തിന് വിലക്കി എന്നുകൂടി അവൻ ചിന്തിക്കാൻ തുടങ്ങി. എന്തേ ഏറെ അനുഭവിച്ചാൽ
എന്നവൻ അഹങ്കാരം കൊണ്ടോ? അങ്ങനെയാണ് വിലക്കപ്പെട്ട വൃക്ഷത്തിന്റെ സമീപത്തേക്ക് ആദ്യത്തെ മനുഷ്യൻ പോകുന്നത് എന്ന് നിങ്ങൾ ഓർമ്മിക്കുമല്ലോ. ആ വൃക്ഷത്തിന്റെ നേരെ പോകരുത് എന്ന് പറഞ്ഞിരുന്നു. എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? ഇവന്റെ കയ്യിൽ ബുദ്ധിയുണ്ടല്ലോ. അവൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. ആ കനി തൊട്ടുപോകരുത് എന്ന് വിലക്കിയിരുന്നു. എന്തേ അങ്ങനെ പറയാൻ? തൊട്ടാൽ തൊട്ടു, അതനുഭവിച്ചു. രണ്ടുപേരും ഒപ്പം അനുഭവിച്ചു, ആണും പെണ്ണും. പ്രേരണകൾ എന്തോ ഉണ്ടാവട്ടെ. എനിക്കും ചില ന്യായവാദങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും ഞാൻ ഇപ്പോഴും നിങ്ങളുടെ മുന്നിൽ കെട്ടഴിക്കുന്നില്ല. അവിടെ കടന്നു വരുന്ന ലൂസിഫറസിന്റെ കഥ തൊട്ട് എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ അഴിക്കുന്നില്ല. നിങ്ങൾക്കും ഉണ്ടാവും. നിങ്ങൾക്ക് അധ്യാപകരാണ്, ചിന്താശീലമുള്ളവരാണ്. ഞാൻ അത്തരം കാര്യങ്ങളൊന്നും പറയുന്നില്ല. പക്ഷെ ഒരു പ്രകൃതം മാത്രം സൂചിപ്പിക്കട്ടെ. അതിതാണ് വിലക്കപ്പെട്ടതിനെ സമീപിച്ച് എന്താ എന്തിനാ എന്ന് ചോദിക്കാനുള്ള മനസ്സവൻ പ്രകടിപ്പിച്ചു. നിയമം ലംഘിക്കാനുള്ള ശീലവും അവൻ പ്രകടിപ്പിച്ചു. അതിന്റെ ഫലം അവൻ അനുഭവിക്കേണ്ടിയും വന്നു. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് എടുത്തെറിയപ്പെടുക എന്ന് പറഞ്ഞാൽ സകല സൗഭാഗ്യങ്ങളുടെയും അധിത്യകയിൽ നിന്ന് സകല ശൂന്യതകളുടെയും അധസ്ഥിതാവസ്ഥയിലേക്ക് എടുത്തെറിയപ്പെടുക. ഗംഗാനദിയെ ഞാൻ പണ്ടൊരിക്കൽ ഒരിടത്ത് വെച്ച് കണ്ടു. ഗംഗാനദിയോട് എന്തേ കരഞ്ഞ് കരഞ്ഞ് ഇങ്ങനെ ഒഴുകിപ്പോകുന്നത് നിലയ്ക്കാതെ എന്ന് ഞാൻ ചോദിച്ചു. ഒരു കവിതയാണ് എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഗംഗാനദി എന്നോട് പറഞ്ഞു, സർ, എന്റെ ദുരവസ്ഥ ലോകത്താർക്കെങ്കിലും ഇതുവരെ വന്നുപെട്ടിട്ടുണ്ടോ? ഇക്കാലം അത്രയും സ്വർഗത്തിൽ രാജഭാവത്തിൽ ഞാനവിടെ പ്രവഹിക്കുകയായിരുന്നു, ഒഴുകുകയായിരുന്നു സ്വർഗത്തിൽ. ഇപ്പം ഞാനിതാ മണ്ണിൽ ഭൂമിയിൽ വന്നു വീണിരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്കുള്ള അധപ്പതനം. ഉള്ളൂർ കവി പാടിയതുപോലെ നിർണയം നിന്നെപ്പോൽ പാരിലധോഗതി വിണ്ണവർ ഗംഗക്കുമുണ്ടായില്ല എന്ന് ഗംഗയുടെ ദുരവസ്ഥയോർത്തുകൊണ്ട് ഉള്ളൂർ പാടിയിരുന്നു. ഞാനിവിടെ ആദ്യത്തെ മനുഷ്യൻ ആദമിന്റെ ദുരവസ്ഥയോർത്തിട്ട് ഇങ്ങനെ വിലപിക്കുകയാണ്. സ്വർഗത്തിൽ സുഖമായി ജീവിച്ചു പോന്നവൻ ഇതാ മനുഷ്യൻ മണ്ണിലേക്ക് ഇറക്കപ്പെട്ടിരിക്കുന്നു. നിയമം ലംഘിച്ചു എന്നതാണ് ഇതിന്റെ കാരണം. ദൈവാനുശാസനത്തെ വിലംഘിച്ചു എന്നതാണ് ഇതിന്റെ പ്രേരകം. ഇത് മനുഷ്യൻ സ്വയം ചെയ്തു വെച്ച ഒരു വൃത്തിവിശേഷമാണ് എന്നുകൂടി നിങ്ങൾ അനുസ്മരിപ്പിക്കുക. അപ്പൊ ദൈവത്തിന് ഒന്ന് ബോധ്യമായി, മനുഷ്യൻ പിഴക്കും. എന്തുകൊണ്ട്? മനുഷ്യൻ നിർമ്മിക്കപ്പെട്ടത് ദേവഭാവങ്ങൾ മാത്രം പ്രയോജനപ്പെടുത്തിയിട്ടല്ല. മനുഷ്യനിൽ പൈശാചികതയുമുണ്ട്. രണ്ടും മനുഷ്യനിൽ പ്രവർത്തിക്കുന്നുണ്ട്. ദേവഭാവന പ്രവൃദ്ധമായി പ്രവർത്തിക്കുന്നതിനനുസന്ധാനമായി മനുഷ്യനിൽ പൈശാചികമായ വികാരങ്ങളും പ്രവർത്തിക്കും. ചിലപ്പോൾ വലിയ ടഗോവാർ നടക്കും, കമ്പവലി നടക്കും. എന്നിട്ട് ജയിക്കുന്നതാരോ അതിൻ്റെ പ്രകൃതം അവൻ കാണിക്കും. ഇങ്ങനൊരു പ്രകൃതമുണ്ട്. അപ്പോൾ നല്ലത് ഓതിക്കൊടുത്തതൊന്നും മനുഷ്യനിൽ എക്കാലത്തേക്കും ജീവിക്കില്ല തീരുമാനിച്ചു. അപ്പം മനുഷ്യൻ കലഹം ആരംഭിക്കും എന്ന് ദൈവം കണ്ടു. നന്മയുടെ അസ്തമനം അതോടുകൂടി കൈവരും എന്നും ദൈവം മനസ്സിലാക്കി. മനുഷ്യൻ പിഴക്കുമ്പോൾ അവനെ വഴി കാണിക്കാൻ അപ്പോൾ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കണം എന്ന് ദൈവം തീരുമാനിക്കുന്നു. ദൈവത്തിന് ബോധ്യപ്പെട്ടതുകൊണ്ട് ദൈവം അത്തരം ഏറ്റവും വികലമായ കാലതലത്തിൽ വഴി കാണിക്കാൻ ഓരോരുത്തരെ അയക്കാൻ തുടങ്ങി. അവരെയാണ് നമ്മൾ പ്രവാചകന്മാരെന്ന് വിളിക്കുക. വഴി കാണിക്കാൻ അയക്കപ്പെട്ടവർ തന്റെ അനുശാസനങ്ങൾ കയ്യേറ്റ് ഭൂമിയിൽ മനുഷ്യർക്കിടയിൽ എത്തിക്കപ്പെടുന്നതിനു വേണ്ടി പ്രവാചകന്മാരെ അയക്കുന്നു. പല പ്രവാചകന്മാരും അങ്ങനെ വന്നിട്ടുണ്ട്. ഒരു കാരണം കൂടിയുണ്ട്. അത് ഈ മനുഷ്യനോട് ദൈവത്തിനുള്ള പ്രിയാതിരേകം കൊണ്ടുകൂടിയാണ്. ചെറിയ അളവിലൊന്നുമല്ല മനുഷ്യനെ ദൈവം ഇഷ്ടപ്പെടുന്നത്. ദൈവം മനുഷ്യന് കൊടുത്ത നിർവചനം നിങ്ങളറിയുമോ? ഒരുപടി ദാർശനികന്മാർ മനുഷ്യന് നിർവചനം കൊടുത്തിട്ടുണ്ട്.
ഒരു 5-10 നിർവചനങ്ങൾ എനിക്കറിയാം. ഞാൻ അതൊന്നും നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നില്ല. മനുഷ്യൻ എത്ര സുന്ദരമായ പദം എന്ന് മാക്സിം ഗോർക്കി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു നോവലിൽ വായിച്ച് സന്തോഷം കൊള്ളുകയും അരിശം പൂളുകയും ചെയ്തവനാണ് ഞാൻ. എന്തുകൊണ്ട്? മനുഷ്യനെ നോക്കിയിട്ടാണ് എത്ര സുന്ദരമായ പദം എന്ന് പറഞ്ഞത്. മനുഷ്യനെ നോക്കിയിട്ട് ശപിക്കപ്പെട്ട ജീവി എന്ന് 100 കവികൾ പാടിയ വരികൾ എനിക്കറിയാം. ആ മനുഷ്യനെ നോക്കിയിട്ടാണ് എത്ര സുന്ദരമായ പദം എന്ന് പറഞ്ഞത്. ഞാൻ ശേഖരിച്ചു വെക്കാൻ തുടങ്ങിയിരുന്നു ഈ ദാർശനികന്മാരുടെ മനുഷ്യന് കൊടുത്ത നിർവചനങ്ങൾ. എത്ര സുന്ദരമായ പദങ്ങളുണ്ടെന്നറിയോ മനുഷ്യന്റെ നിർവചനം അറിയിച്ചുകൊണ്ട്. ഞാൻ അതൊന്നും സ്പർശിക്കാതെ ഒരു കാര്യം മാത്രം പറയാം. എന്റെ മനസ്സിനെ ആവേശമണിയിച്ച, അർത്ഥപൂർണമെന്ന് ഞാൻ സ്വയം വിശേഷിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ നിർവചനം നൽകിയത് വേദഗ്രന്ഥമാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ വിദ്യാഭ്യാസ സംബന്ധിയായ വിദ്യാവിഷയകമായ ഒരുപക്ഷേ 1000കണക്കിന് ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുണ്ട്. നിരവധി നിർവചനങ്ങൾ ഞാൻ തേടിയിട്ടുണ്ട്. പക്ഷെ പ്രവാചകൻ മുഹമ്മദിനോളം വിദ്യ എന്ന പ്രതിഭാസത്തിന് പോരുന്ന നിർവചനം നൽകിയ മറ്റൊരാളെ ഞാൻ കണ്ടിട്ടില്ല. അത് ഒരു വിദ്യാഭ്യാസ സമ്മേളനത്തിൽ പറയാം. അത്ര ഉദാത്തമാണ്. ഇവിടെയാണെങ്കിൽ വേദഗ്രന്ഥം ഖുർആൻ നൽകിയതുപോലുള്ള ഒരു വചനം മനുഷ്യനെ പരിചയപ്പെടുത്താൻ മറ്റാർക്കെങ്കിലും നൽകിയതായി എനിക്കറിയില്ല. ഇന്ന് രാവിലെ വരെ ഞാനതേക്കുറിച്ച് സുൽഫിക്കർ എന്ന് പറയുന്ന ഒരു ബംഗ്ലാദേശുകാരൻ ഒരാൾ എഴുതിയ, ഒരു ദാർശനികൻ എഴുതിയ ഒരു ലഘുഗ്രന്ഥം, 64 പേജ്, ഒരു ലഘുഗ്രന്ഥം ഒരു വട്ടം കൂടി വായിച്ചാണ് വരുന്നത്. അതിൽ അദ്ദേഹം ഖുർആനിലെ പദം ഉദ്ധരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത്, ഭൂമിയിൽ മനുഷ്യൻ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ്. എൻ്റെ മനസ്സിൽ ഇപ്പോഴും കുളിരുകോരി പെയ്യുന്ന ഒരനുഭവമാണത്. അത് വായിച്ച് തീർന്നപ്പോൾ ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ, ഖലീഫ, ഭൂമിയിൽ ദൈവത്തിൻ്റെ പ്രതീകമാണ്, പ്രതിപുരുഷനാണ്, സിംബളാണ് സത്യത്തിൽ മനുഷ്യൻ എന്നാണ് വേദഗ്രന്ഥം സൂചിപ്പിക്കുന്നത്. അതിനർത്ഥത്തെക്കുറിച്ച് നിങ്ങൾ ഓർമ്മിച്ചിട്ടുണ്ടോ? ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ, അതിൻ്റെ ഒരു മിനിയേച്ചർ, അതിൻ്റെ ഒരു ലഘുരൂപം ആണത്രേ മനുഷ്യൻ. മനുഷ്യന് ഓടി രക്ഷപ്പെടാനൊക്കില്ല ഈ വചനത്തിൽ നിന്ന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, അർത്ഥപൂർണമായ ഈ നിർവചനത്തെ കൊണ്ട് മനുഷ്യനെ തൻ്റെ കർമ്മതലത്തെ പ്രബോധിപ്പിക്കുകയും തൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ ഗർഹണീയത ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒന്നാണ് വേദഗ്രന്ഥത്തിലെ ചില വരിഷ്ഠ പ്രയോഗങ്ങൾ എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രവാചകന്മാർ എന്തിനു വരുന്നു എന്ന് ചോദിച്ചാൽ ഒരു കവിഭാഷയിൽ പറയട്ടെ. ഈ പ്രപഞ്ച ജീവിതത്തിനൊരു താളമുണ്ട്, ഒരു ഋഥം. ഈ പ്രപഞ്ച ജീവിതത്തിന് ഒരു ഋഥമുണ്ട്, ഒരു താളമുണ്ട്. ആ താളത്തിന് ഭംഗമേൽക്കുമ്പോൾ അതിലെ വീണയിലെ നാദതന്ത്രികൾ വികലമായി പരിണമിക്കുമ്പോൾ ആ നാദതന്ത്രികളെ, പൊട്ടിനുറുങ്ങിയ നാദതന്ത്രികളെ കെട്ടിമുറുക്കിയിട്ട് സ്വരശുദ്ധി വരുത്താൻ വേണ്ടി ഒരാൾ വന്നേ തീരൂ. ഈ ലോകത്തിൻ്റെ ചിട്ടയും ക്രമവും തെറ്റുന്നുണ്ട് എങ്കിൽ അത് ചൂണ്ടിക്കാട്ടി ജീവിതത്തിൻ്റെ സ്വരശുദ്ധി സാക്ഷാത്കരിക്കാൻ അതറിയുന്ന ഒരാൾ വന്നേ തീരൂ. ഒരു വിശ്വസ്തനായ ഒരാൾ, അത് മനുഷ്യനാവുകയും വേണം. കാരണം മനുഷ്യന്റെ സമൂഹത്തിലേക്കാണ് അവനെ അയക്കുന്നത്. ആ സമൂഹത്തിൽ പറഞ്ഞാൽ മനസ്സിലാവുന്ന ഭാഷയുടെ ഉടമ തന്നെ വേണം താനും. അങ്ങനെ പ്രവാചകന്മാർ കടന്നു വരുന്നു. ധർമ്മം ക്ഷയിക്കുമ്പോൾ, അധർമ്മം കൊടികുത്തി വാഴുമ്പോൾ, ക്രമം തെറ്റുമ്പോൾ, താളം പിഴക്കുമ്പോൾ സ്വരശുദ്ധി സാക്ഷാത്കരിക്കുവാൻ വേണ്ടി അയക്കപ്പെടുന്ന ആളാണ് പ്രവാചകൻ എന്ന് മാത്രം നാം ധരിക്കുക. അപ്പോൾ പ്രവാചകന്റെ ദൗത്യം, പ്രവാചകന്മാരുടെ ദൗത്യം ഒന്നാണ്.
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിചാര ബിന്ദുവായി നിങ്ങൾ കാണണം. ലോകത്തവതീർണരായ പ്രവാചകന്മാരുടെ മുഴുവനും ദൗത്യവിശേഷം ഒന്നാണ്: പ്രപഞ്ചതാളം പുനഃസ്ഥാപിക്കുക. വികലമായി കഴിഞ്ഞ ധർമ്മപ്രവണത അത് പുനഃസൃഷ്ടിക്കുക. ഒരൊറ്റ ദൗത്യമാണ്. ദൈവം ഒരാളാണെങ്കിൽ ദൈവത്തിന്റെ സന്ദേശം ഒന്നിൽ നിന്ന് വ്യത്യസ്തമായിരിക്കില്ല മറ്റത്. ഒരേപോലുള്ള സന്ദേശമായിരിക്കും അയക്കുക. ദൈവ സന്ദേശം സനാതനമായിരിക്കും. സ്വാഭാവികമായും അതൊന്നായിരിക്കും. വിരുദ്ധതകൾ അവിടെ വരില്ല. ഞാനൊരു ചെറിയ വിദ്യാർത്ഥി. ഞാൻ പ്രവാചകന്മാരെ പേർ വിവരം എഴുതിയിട്ട് ഒരു 10-17 പേരുടെയെങ്കിലും, 10-26 പേര് ഖുറാനിലുണ്ട്, ഒരു 17 പേരുടെയെങ്കിലും പ്രവാചകന്മാരുടെ പേർ വിവരം എഴുതിയിട്ട് അവരുടെ വിശേഷ വ്യക്തിത്വത്തെ കീർത്തിക്കുന്ന വരികൾ സമാഹരിച്ചെഴുതി പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ദൈവത്തെ സാക്ഷി നിർത്തി പറയട്ടെ, എന്റെ ബോധ്യം, ഒരുപക്ഷെ ഞാൻ ഈ ബോധ്യം നിങ്ങളുടെ മുമ്പിലാണ് ആദ്യമായി പറയുന്നത്. എന്റെ ബോധ്യം, സജാതീയ സ്വഭാവമുള്ള ശബ്ദം, സ്വരം, പ്രകൃതം മാത്രമേ സകല പ്രവാചകന്മാരുടെയും വചനങ്ങളിലും ദർശനങ്ങളിലും എനിക്ക് കാണാനൊത്തിട്ടുള്ളൂ. ഒരു പ്രവാചകനും മറ്റൊരു പ്രവാചകനിൽ നിന്ന് അന്യനാവുന്നില്ല. ചില പ്രവാചകന്മാർ പ്രാദേശികമായ പ്രശ്നങ്ങളെ വ്യവഹരിച്ചിട്ടുണ്ടാകൂ. ചില പ്രവാചകന്മാർ വിശ്വവ്യാപകമായ പ്രശ്നങ്ങളെ പ്രകാശിപ്പിച്ചിട്ടുണ്ട്. എന്തു വന്നാലും പൂർവാപര വിരുദ്ധത ഒരിടത്തും കാണുവാൻ എനിക്കൊത്തിട്ടില്ല. അതിൽ ഞാൻ ഒരു പ്രത്യേകത നിങ്ങളെ അറിയിക്കട്ടെ. ലോകത്തിൽ അവതീർണരായ സകല പ്രവാചകന്മാരെയും വിലയിരുത്താൻ ശ്രമിച്ചപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ട ഒരു സത്യം എന്താണെന്നറിയുമോ? പല പ്രവാചകന്മാരും പ്രാദേശിക പ്രശ്നങ്ങളിൽ ഊന്നിയാണ് തങ്ങളുടെ കർമ്മപഥത്തെ നിർണയിച്ചിട്ടുള്ളത്. ഈ പ്രവാചകന്മാരിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരേ പ്രവാചകനെ ലോകമനസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു പ്രവാചകനെയും ഞാൻ രണ്ടാം നിരയിലേക്ക് തള്ളി മാറ്റുന്നില്ല. ക്രിസ്തുവായാലും ബുദ്ധനായാലും ലോകത്തിൽ അവതീർണരായ പ്രഖ്യാതരായ സകല പ്രവാചകന്മാരെയും ആദരപൂർവം ഉയർത്തി നിർത്തിക്കൊണ്ട് തന്നെ ഞാൻ വിളിച്ചറിയിക്കട്ടെ, വിശ്വമനസ്സിനോട് സംസാരിച്ച ഒരു പ്രവാചകനെ മാത്രമേ ഞാൻ പരിചയപ്പെട്ടിട്ടുള്ളൂ. തന്റെ പണ്ഡിതഗോഷ്ഠികളുടെ ഉത്ഥാനത്തിന് വേണ്ടി ശ്രമിച്ചവരുണ്ട്. തന്റെ പരിസരത്തിലുള്ള പ്രാദേശികമായ പ്രശ്നങ്ങളുടെ പരിശമനത്തിന് വേണ്ടി പരിശ്രമിച്ചവരുണ്ട്. തന്റെ രാജ്യത്തിലെ കാലഘട്ടത്തിലെ ദരിദ്രവാസികളുടെ വിമോചനത്തിന് വേണ്ടി പരിശ്രമിച്ചവരുണ്ട്. സ്നേഹശൂന്യമായ തന്റെ ജീവിത സാഹചര്യത്തിൽ നിന്ന് സ്നേഹപുഷ്കലതയിലേക്ക് മനുഷ്യനെ നയിച്ച പ്രവാചകന്മാരുണ്ട്. എല്ലാവരും ധർമ്മമാണ് അനുഷ്ഠിച്ചത്. എല്ലാവരും ഉദാത്തോജ്വലമായ കർമ്മതലമാണ് അംഗീകരിച്ചത്. എന്നാൽ എപ്പോഴും മനുഷ്യ സാമാന്യത്തെ, ലോകമനസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇവിടെയായാലും അവിടെയായാലും എവിടെയായാലും മനുഷ്യനെ പടിപടിയായി ഉയർത്തി ഏകനായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഉയർത്തുന്നതിന് പരിശ്രമിച്ച ഒരു പ്രവാചകനെ മാത്രമേ എന്റെ ഹൃദയത്തിന്റെ അഗാധതകൾ സൂക്ഷിക്കുന്നുള്ളൂ. എല്ലാവരോടും ഞാൻ ആദരവ് കാണിക്കുന്നു. ആ പ്രവാചകനോട് ഞാൻ പ്രത്യേകത സൂക്ഷിക്കുകയും മറ്റ് പ്രവാചകന്മാരെ മുഴുവനും പ്രാദേശികതയിലൂന്നിയ പ്രവാചകന്മാരെന്ന് വിശേഷിക്കുമ്പോൾ ദൈവമേ അവരുടെ ആത്മാവ് എനിക്ക് മാപ്പ് തരട്ടെ, പ്രാദേശികതയിലൂന്നിയ നാഷണൽ പ്രോഫറ്റ്സ് എന്ന് ഞാൻ വിശേഷിപ്പിക്കുകയും ഒരു പ്രവാചകനെ മാത്രം വേൾഡ് പ്രൊഫറ്റ് എന്ന് വിളിക്കാൻ ഇഷ്ടം കൊള്ളുകയും ചെയ്യുന്നു. ഇത് ഒരു ദിവസത്തെ എൻ്റെ ധാരണയിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന കാഴ്ചപ്പാടല്ല. ഒരുപാട് ഗ്രന്ഥങ്ങളുടെയും ജീവിതാനുഭവങ്ങളിലൂടെയും കടന്നു വന്നപ്പോൾ
പ്രവാചകന്മാരെ വ്യത്യസ്തരായി കണ്ട് വിലയിരുത്തി ഒരു നിഗമനത്തിലെത്താൻ ശ്രമിച്ചപ്പോൾ അവരൊക്കെ ആദരണീയമായ മനുഷ്യസേവനം നിർവഹിച്ചവരാണ് എന്നുറപ്പിക്കുകയും എവിടെ താളഭംഗം വരുന്നുവോ ആ ഭംഗം മാറ്റിയിട്ട് സുസ്വരത പ്രയോഗത്തിൽ വരുത്താൻ ശ്രമിക്കുകയും ചെയ്തു എന്ന് സമ്മതിക്കുന്നതോടൊപ്പം അവരൊക്കെ പ്രാദേശിക അല്ലെങ്കിൽ ദേശീയ സ്വഭാവത്തിലുള്ള പ്രവാചകന്മാരാണ് എന്ന് വേർതിരിക്കുകയും വിശ്വപ്രവാചകനായിട്ട് ഞാൻ മുഹമ്മദ് നബിയെ മാത്രം കാണുകയും ചെയ്യുന്നു. അദ്ദേഹത്തെ അതുകൊണ്ട് ഞാൻ വേൾഡ് പ്രോഫറ്റ് എന്ന് പറയുന്നു. മറ്റതൊക്കെ നാഷണൽ പ്രോഫറ്റ്സ് ആണെന്നും ഞാൻ വിളിക്കുന്നു. ഈ വ്യത്യാസം എന്തുകൊണ്ട് എന്നത് വിശദീകരിക്കുവാൻ ഈ വേദി എന്നെ ശക്തനാക്കുന്നില്ല, സമർത്ഥനാക്കുന്നില്ല എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കട്ടെ. ഒരുപക്ഷേ ഖുറാനിൽ ഈ ശബ്ദസ്വരത്തിന്റെ സവിശേഷത എനിക്ക് ബോധ്യപ്പെടുന്നത് ഇങ്ങനെയാണ്. ഒരുപാട് പ്രവാചകന്മാരുടെ പേരുകൾ ഉദ്ധരിച്ചിട്ടുണ്ട് ഖുറാൻ. അവിടെയൊക്കെ ഹേ നൂഹ് എന്ന്, ഹേ അബ്രഹാം എന്ന് പ്രവാചകന്മാരുടെ പേര് അങ്ങനെയാണ് അഭിസംബോധന ചെയ്തിട്ടുള്ളത്. ഞാൻ താല്പര്യത്തോടെ ശ്രദ്ധിച്ചു, എന്തുകൊണ്ട് അവരെ ഹേ നബി എന്ന് വിളിക്കുന്നില്ല, ഹേ റസൂൽ എന്ന് വിളിച്ചില്ല? ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് കണ്ടുപിടിക്കാൻ. 114 അധ്യായങ്ങളിൽ 6666 പരം വരുന്ന ആയത്തുകളിൽ കിടന്നുരുണ്ട് പരിശോധിച്ചിട്ടും ഒരിടത്ത് പോലും മറ്റൊരു പ്രവാചകനെ ഹേ റസൂൽ എന്ന് വിളിച്ചതായി എനിക്ക് കാണുവാൻ കഴിഞ്ഞിട്ടില്ല. ഹേ നബി എന്ന് വേദഗ്രന്ഥത്തിൽ വിളിച്ചതായി ഞാൻ മനസ്സിലാക്കുന്നില്ല. പക്ഷെ പ്രവാചകൻ മുഹമ്മദിനെ വിളിക്കുമ്പോൾ ഹേ റസൂൽ എന്ന് വിളിക്കുന്നു, ഹേ നബി എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ടങ്ങനെ വിളിക്കുന്നു എന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. എൻ്റെ കാഴ്ചപ്പാട് വികലമാണെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കുമെങ്കിൽ, അത് സോദാഹരണം എന്നെ ബോധ്യപ്പെടുത്തുമെങ്കിൽ അതനുസരിക്കാൻ എനിക്ക് താല്പര്യമേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് റസൂൽ എന്ന് പറഞ്ഞാൽ വേദഗ്രന്ഥം നൽകപ്പെട്ടവനാണ് റസൂൽ. എല്ലാ പ്രവാചകന്മാരും റസൂലുകളല്ല. എല്ലാ പ്രവാചകന്മാരുടെ കയ്യിലും വേദഗ്രന്ഥം കൊടുത്തിട്ടില്ല ദൈവമെന്നാണ്. വേദഗ്രന്ഥത്തിന്റെ കർത്താവ് ദൈവമാണ്. ഗ്രന്ഥത്തിന്റെ പബ്ലിഷർ എന്നല്ല അർത്ഥത്തിൽ ഞാൻ പറഞ്ഞത്. ഈ വചനങ്ങളൊക്കെ ദൈവികമാണ് എന്ന തലത്തിലാണ്. അതുകൊണ്ട് എല്ലാ പ്രവാചകന്മാരുടെയും കയ്യിൽ ഇഞ്ചീലില്ല, തൗറാത്തില്ല, അതുപോലെ ജപ്പാസിയില്ല, സെന്റവസ്ഥയില്ല, ഇതൊന്നും ഖുറാനില്ല, ഇതൊന്നുമില്ല. ഇല്ലാത്ത പല പ്രവാചകന്മാരുമുണ്ട്. ഏത് പ്രവാചകന്റെ കയ്യിൽ നിങ്ങൾ വേദഗ്രന്ഥം കാണുന്നു ആ പ്രവാചകൻ നിങ്ങൾക്ക് റസൂൽ എന്ന് വിളിക്കാം. പ്രവാചകൻ മുഹമ്മദിനെ ഹേ റസൂൽ എന്നേ വിളിച്ചിട്ടുള്ളൂ. റസൂലിന് വേണ്ട ലാക്ഷണികത, ലക്ഷണവിശേഷങ്ങൾ പ്രവാചകൻ മുഹമ്മദിൽ മാത്രമാണ് ബോധ്യപ്പെട്ടത് എന്നതുകൊണ്ടാണോ അങ്ങനെ വിളിച്ചത് എന്ന് ഞാൻ നിഗമനത്തിലെത്തിയിട്ടില്ല. ഞാൻ ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഒന്ന് തീർച്ച, പ്രവാചകൻ മുഹമ്മദ് വ്യതിരിക്തനാണ്. അദ്ദേഹം ഒരിക്കലും ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ഒരു ജനത്തെ സംബോധന ചെയ്തില്ല. ഏതെങ്കിലും ഒരു വിശ്വാസ വിഭാഗത്തെ സംബോധന ചെയ്തില്ല. വ്യതിരിക്തത, വിഭിന്നത, വ്യത്യസ്തതയോലുന്ന ഏതെങ്കിലും ഒരു സമൂഹത്തെ പേർ ചൊല്ലി വിളിച്ചില്ല. അദ്ദേഹം എന്നും വിളിച്ചത് മനുഷ്യ സാമാന്യമേ എന്ന് മാത്രമേയുള്ളൂ. അതിന് ഹിമാലയം അതിർത്തി രേഖയല്ല. മക്കയും മദീനയും ഒന്നും അതിർത്തി നിർണയിക്കപ്പെട്ട ഒരിടമല്ല അതിന്. ഹേ മനുഷ്യ സാമാന്യമേ, ആഫ്രിക്കയിലെ കറുത്ത വർഗക്കാരൻ അതിൽപ്പെടും, അമേരിക്കയിലെ വെളുത്തവൻ അതിൽപ്പെടും, നമ്മുടെ നാട്ടിലെ പട്ടികജാതിക്കാരൻ അതിൽപ്പെടും, ലോകത്തിൽ ഏത് ധ്രുവത്തിൽ ജീവിക്കുന്ന ആളുകളും അതിൽപ്പെടും. മനുഷ്യ സാമാന്യമേ എന്നേ വിളിച്ചുള്ളൂ. മാനുഷകത്തിന്റെ പ്രവാചകരത്നമായി അതിനാൽ വിശദീകരിക്കാതെ ഞാൻ വന്നെത്തുകയാണ് വേഗ നിഗമനത്തിലേക്ക്. മാനുഷകത്തിന്റെ പ്രവാചകരത്നമായി അതിനാൽ
ഞാൻ പ്രവാചകൻ മുഹമ്മദിനെ കീർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രവാചകൻ കൊണ്ടുവരുന്നത് ദൈവിക സന്ദേശം. ദൈവിക സന്ദേശം എന്ത് എന്ന് ചോദിച്ചാൽ ഏകസ്വരതയുടേതാണ്. വൈവിധ്യമൂലുന്ന പ്രപഞ്ചതലത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന വീക്ഷണത്തിൽ, വിശ്വാസത്തിൽ, ആചാരാനുഷ്ഠാനത്തിൽ, ജീവിതക്രമങ്ങളിൽ എല്ലാം വിവിധത്വം സൂക്ഷിക്കുന്ന മനുഷ്യനെ ഒന്നിപ്പിച്ച് ഏകയോഗക്ഷേമത്തിന്റെ പ്രതലത്തിലേക്ക് നയിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് അത് എന്ന് ഞാൻ വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് മനുഷ്യ സാമാന്യത്തെ, അവനെവിടെ നിൽക്കുന്നവനായാലും മനുഷ്യ സാമാന്യത്തെ വിളിച്ചുകൊണ്ട് സംബോധന ചെയ്തുകൊണ്ട് അവന്റെ വികാസവൃദ്ധികൾക്കായി പ്രവർത്തിക്കുന്നു എന്നതാണ്. അതിനവലംബം സ്നേഹമാണ്, കരുണയാണ് പ്രവാചകന്റേത്. വിദ്വേഷം അല്ല, അസഹിഷ്ണുതയല്ല. ഈ കാലഘട്ടത്തിൽ പ്രത്യേകം ഓർക്കേണ്ടുന്നൊരു വസ്തുത, ഇസ്ലാം സംസ്കൃതിയുടെ അനുഗാതാവെന്ന് വിളിച്ചറിയപ്പെടുന്ന പ്രവാചകന്റെ സമീപനം സ്നേഹാത്മകവും കാരുണ്യാത്മകവുമാണ്. ഇവിടെ മനുഷ്യൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രതിപുരുഷനാണ് എന്ന് സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ ലക്ഷണം, മനുഷ്യന്റെ ലക്ഷണം, ദൈവത്തിന്റെ ലക്ഷണമെന്തോ അതിന്റെ പ്രതിഫലനമായിരിക്കണം. ദൈവം കരുണാമയനാണ് എന്ന് ഖുറാനിൽ ഒരിടത്തൊന്നുമല്ല, പലയിടത്തും സൂചിപ്പിച്ചിട്ടുണ്ട്. കാരുണ്യത്തിന്റെ തിരുദൂതർ പ്രവാചകൻ എന്ന് വരുന്നുണ്ട്. കാരുണ്യമാണപ്പോൾ സ്ഥായിയായ ഭാവം, സ്നേഹമാണപ്പോൾ സ്ഥായിയായ ഭാവം. ആ സ്നേഹം, കാരുണ്യം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല മനുഷ്യ സമൂഹത്തിനെങ്കിൽ മനുഷ്യൻ ദൈവത്തിന്റെ പ്രതിപുരുഷനായി ജീവിക്കാൻ അർഹനാവുന്നില്ല എന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യന് വേണ്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം കാരുണ്യമാണ്, സ്നേഹമാണ്. അത് രൂപാന്തരമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, എല്ലാം ഒന്നാണ്. സ്നേഹമാണ്, കാരുണ്യമാണ്. ഇവിടെ ഞാൻ വിളിച്ചറിയാൻ ആഗ്രഹിക്കുന്നത്, ഒരു ചെറുപ്പക്കാരൻ അമേരിക്കയിൽ ചെന്ന് പ്രസംഗിച്ചു പണ്ട്, ചിക്കാഗോവിൽ 893. ആ ചെറുപ്പക്കാരന്റെ പേര് വിവേകാനന്ദൻ. ഇവിടെ അദ്ദേഹത്തിന്റെ പേര് പ്രസക്തമാവുന്ന എന്തുകൊണ്ടാണെന്നറിയോ? അതാദ്യം സൂചിപ്പിച്ചിട്ട് അങ്ങോട്ട് നീങ്ങാം. ദൈവം രണ്ടല്ല, ഏകമേവാദ്വിതീയം ബ്രഹ്മം എന്ന് പറയുന്ന നാടാണ് ഇന്ത്യ. ആ ഇന്ത്യയിൽ നിന്നാണ് ഈ ചെറുപ്പക്കാരൻ അവിടേക്ക് ചെല്ലുന്നത്. ഈ ചെറുപ്പക്കാരൻ മുഹമ്മദ് നബിയെ വിലയിരുത്തി പഠിച്ചു. എന്നിട്ട് മുഹമ്മദ് നബിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? സത്യത്തിൽ വിസ്മയം തോന്നും. ഇങ്ങനെ പറയോ എന്ന് വിസ്മയം തോന്നും. അദ്വൈതം എന്ന ദർശനത്തിന് പ്രയോഗരൂപം നൽകിയ ലോകത്തിലെ ആദ്യത്തെ ആൾ, ദാർശനികൻ, പ്രവാചകൻ മുഹമ്മദാണെന്ന് പറഞ്ഞത് വിവേകാനന്ദനാണ്. ലോർഡ് ഓഫ് മെർസി എന്നാണ് അള്ളാഹുവിന് പ്രവാചകൻ കൊടുത്ത വിശേഷണം. കാരുണ്യത്തിന്റെ നായകൻ. അവിടെ സ്നേഹരാഹിത്യത്തിന്റെയും ഭീകരതയുടെയും ക്രൗര്യത്തിന്റെയും ദർശനത്തിന് ജനനം കൊള്ളാൻ കഴിയില്ല. കാരുണ്യത്തിന്റെ പ്രചാരകൻ. അത് മനുഷ്യന്റെ ദുഃഖം മാത്രമല്ല, സകല ജീവരാശികളുടെയും ദുഃഖത്തിൽ അനുതപിക്കുവാനുള്ള ദൈവിക ഹൃദയം സൂക്ഷിച്ചൊരു മഹാമനുഷ്യനായിരുന്നു, മനസ്സായിരുന്നു പ്രവാചകനെന്ന് നിങ്ങൾ ഓർമ്മിക്കുക. ഞാൻ ആ കഥകളൊന്നും പറയുകയല്ല. എൻ്റെ മനസ്സിൽ നിറഞ്ഞു കിടക്കുന്നു പ്രവാചകന്റെ കഥകൾ. അത് പ്രാണിയായാലും പുഴുവായാലും പക്ഷിയായാലും മൃഗമായാലും മനുഷ്യനായാലും എല്ലാ ജീവരാശികളോടും ഹൃദയംഗമമായ ആഭിമുഖ്യം, കാരുണ്യം, സ്നേഹവായ്പ് പ്രകടിപ്പിച്ച മനുഷ്യൻ. ഒരിടത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്, ഒരു പ്രഖ്യാതമായ ഹദീസ് ഞാൻ ഓർമ്മിക്കുന്നു. ഒരിടത്ത് സൂചിപ്പിക്കുന്നുണ്ട്, ഒരു പക്ഷിക്കൂട് പോലെ. അപ്പോഴാണ് ഇന്ത്യയുടെയും പ്രവാചകന്റെ ദർശനങ്ങളുടെയും സജാതീയത എനിക്ക് ബോധ്യപ്പെടുന്നത്. ഒരു പക്ഷിക്കൂട് പോലെ ഈ ലോകം, നമ്മൾ ഗ്ലോബൽ വില്ലേജിനെ കുറിച്ച് പഠിച്ചില്ലേ? ഈ കാലത്ത് ആഗോള ഗ്രാമത്തെക്കുറിച്ച് പഠിച്ചില്ലേ?
ഈ ലോകത്തെ ഒരു ഗ്രാമമായി, കൊച്ചു ഗ്രാമമായി ഒതുക്കി കാണിക്കുക. അതിൽ ജീവിക്കുന്നവർ എങ്ങനെ ജീവിക്കും എന്ന്, അതിൽ ജീവിക്കുന്നവരെ പോലെ ജീവിക്കണമെന്ന്. ഇത് തന്നെ ഭാരതീയതയിലുമുണ്ട്. പ്രവാചകൻ മുഹമ്മദ് ഇത് പറഞ്ഞിട്ടുണ്ട്. ഈ ലോകത്തെ ഒരു പക്ഷിക്കൂട് പോലെ കണ്ട്, ഞാൻ ഇന്നത്തെ ഇതിൻ്റെ പ്രകാശനം ചെയ്യുന്ന സന്ദർഭത്തിൽ അവിടെ ഒരു 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 പറവയുടെ ചിത്രം ഞാൻ കണ്ടതായി ഓർമ്മിക്കുന്നു. കണ്ടുപോയതാണ് ഞാൻ. സമാധാനത്തിൻ്റെ പ്രതീകമായി ആരും സ്വീകരിക്കുന്ന പറവയാണ്. പറവകളുടെ ഒരു കൂട്, തമ്മിൽ കൊക്കുകൾ തമ്മിലുരുമ്മി, ചിറകുകൾ തമ്മിൽ സ്പർശിച്ചുരുമ്മി, സ്നേഹം പങ്കുവയ്ക്കുന്ന സ്നേഹമയമായ ഒരു പക്ഷിക്കൂട് പോലെ എന്ന് പ്രവാചകൻ ഒരു ഹദീസിൽ പറഞ്ഞത് ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. ഇന്ത്യയും ആ സംസ്കൃതിയുടെ അനുഗാതാക്കളാണ്. ഔപനിഷദികമായ ഒരു ചൊല്ലുണ്ട്, എത്ര വിശ്വം ഇല്ലേ ഉണ്ട്, എത്ര വിശ്വം ഭവത്യേക നീടം എന്നൊരു ചൊല്ലുണ്ട്. നീടം എന്ന് പറയുന്നത് പക്ഷിക്കൂട് എന്നർത്ഥം. എത്ര വിശ്വം, ഈ വിശ്വം ഭവത്യേക നീടം, ഒരു പക്ഷിക്കൂട് പോലെ, ഇതിനകത്ത് പക്ഷികളെപ്പോലെ പ്രശാന്തതയോടെ കഴിയുന്ന ഒരവസ്ഥ വരുത്തണം എന്ന്. അതായിരുന്നു അതിൻ്റെ ഉദ്ദേശ്യവും. അപ്പോൾ പ്രവാചകൻ മുഹമ്മദ്, ആ മുഹമ്മദ് വിശ്വപ്രവാചകൻ എന്ന രീതിയിൽ മാനുഷ്യകത്തിൻ്റെ ഏകതയ്ക്കും ക്ഷേമത്തിനും വേണ്ടി പറയുകയും പ്രവർത്തിക്കുകയും ചെയ്ത, എന്തുകൊണ്ട് ഈ രണ്ട് വാക്കുകൾ ഞാൻ പറഞ്ഞു എന്നല്ലേ? ലോകത്ത് ഒരുപാട് പ്രവാചകന്മാരുണ്ട്. ദർശനങ്ങൾ വാഗ്രൂപേണ പ്രചരിപ്പിച്ചവർ, പണ്ഡിത ഗോഷ്ഠികളിലൂടെ പ്രസരിപ്പിച്ചവർ, ശിഷ്യസമൂഹത്തിലൂടെ നാട്ടുകാരുടെ മുമ്പിലെത്തിച്ചവർ. പക്ഷെ പ്രവാചകൻ മുഹമ്മദ് വ്യത്യസ്തനായി നിൽക്കുന്നു. ആദർശത്തെയും ആചരണത്തെയും അന്യോന്യം തൊട്ടു നിൽക്കാത്ത, ബന്ധപ്പെട്ട കഴിയാത്ത രണ്ട് കരകളാക്കി അകറ്റി നിർത്താതെ ആദർശങ്ങളെയും ആചരണങ്ങളെയും സംബന്ധിപ്പിച്ചുകൊണ്ട്, ആദർശങ്ങളും ആചരണങ്ങളും തമ്മിലുള്ള വിടപൊടുക്കിയ, ആദർശം തന്നെ ആചരണം, താൻ ആചരിച്ചതെന്തോ അത് തന്നെ തൻ്റെ ആദർശം എന്ന് കീർത്തിച്ച മനുഷ്യൻ. ഈ ഒരു വ്യതിരിക്തത പ്രവാചകൻ മുഹമ്മദിനാണ് ഞാൻ അന്ന് കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ചിലപ്പോൾ എടുത്തു പറയുന്നത്, ഈ വേദഗ്രന്ഥം എന്ന് പറഞ്ഞാൽ കാൾ മാർക്സ് എഴുതിയ ദാസ് കാപ്പിറ്റൽ പോലെയോ, ഹെഗലിന്റെ ഭൗതികശാസ്ത്രപ്രവണമായ ഗ്രന്ഥങ്ങളെപ്പോലെയോ, ലോകദാർശനികന്മാരുടെ ചിന്തിക്കാൻ കൂടി നമുക്ക് പ്രയാസം തോന്നിക്കുന്ന അത്ഭുതങ്ങളായ കണ്ടെത്തലുകളുടെ പരാമർശങ്ങളെപ്പറ്റിയോ അന്നുമല്ല. പ്രവാചകന്റെ ഖുർആൻ എന്ന് പറയുന്നത് ആദർശങ്ങളുടെ പ്രബോധനങ്ങളല്ല, ദർശനങ്ങളുടെ പ്രചാരണ മാധ്യമമല്ല, മറിച്ച് 23 വർഷ, ഒറ്റ വാക്യത്തിൽ ഞാനത് പരിചയപ്പെടുത്തട്ടെ, 23 വർഷക്കാലത്തെ ആ അറബ് നാട്ടിലെ പ്രയോഗങ്ങളുടെ കഥ പറയുന്ന ഒരു ചരിത്ര സ്മരണികയാണ് ഖുർആൻ എന്നാണ് എൻ്റെ പക്ഷം. നടത്താൻ കഴിയാത്തതൊന്നും അതിൽ പറഞ്ഞിട്ടില്ല. 23 കൊല്ലക്കാലം കൊണ്ട് പ്രയോഗത്തിൽ വരുത്തിയ മഹാസംഭവങ്ങളുടെ അനുസ്മരണമാണ് ഖുർആനിലുള്ളത്. അതുകൊണ്ട് പ്രയോഗമാണത്. ആദർശത്തെയും ആചരണത്തെയും ഒപ്പം കാട്ടിത്തന്ന ചില പ്രവാചകന്മാർ ആദർശം പ്രചരിപ്പിക്കുന്നു. പ്രവാചകൻ മുഹമ്മദ് ആദർശാചരണങ്ങളെ സമന്വയിപ്പിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. അതുപോലുള്ള പ്രവാചകന്മാർ കുറച്ചേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്.